ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചിക്കൻ കൊണ്ടുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കാണുക എല്ലാവരും. അതിന് ഞാനിപ്പോൾ ചിക്കനിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 3 ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 5 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സിൽ നിന്ന് പകുതി എടുക്കുക. പകുതി നമ്മൾ കറിയിൽ ചേർക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുക. പിന്നെ പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. നാരങ്ങ നീരുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് വിനാഗിരിയാണ്, അധികം വിനാഗിരി ഒന്നും എടുക്കരുത്, പുളി വല്ലാതെ ആവും. ഇനി നമുക്കിത് ചിക്കനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം. ഇത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കണം. പിന്നെ ഇത് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം, മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. എന്നിട്ട് അതിന് ശേഷമാണ് നമുക്കിപ്പോൾ ഇതൊന്ന് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് വെളിച്ചെണ്ണയിലിട്ട് നന്നായി ഒന്ന്, എന്ന് വെച്ചാൽ ഒരുപാടൊന്ന് മൊരിയിക്കരുത്, ഒരു മീഡിയം ലെവലിൽ മാത്രം വേവിച്ചെടുത്താൽ മതി. ഇപ്പം നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ. ഇനി നമുക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാൻ എല്ലാ ചിക്കനും ഇതുപോലെ ഫ്രൈ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് നമുക്ക് 2 വലിയ സൈസിലുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് പൊടിയായി അരിഞ്ഞിട്ടുള്ളതാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി, കാരണം പൊടിയായി അരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് വഴന്ന് വരും ഇത്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഒരുവിധം സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റാം. ഇപ്പോൾ ഇതെല്ലായിടത്തും മസാല പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. നമുക്കിതൊന്ന് ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ, അപ്പോൾ എല്ലാ മസാലയും ഇങ്ങനെ അതിലേക്ക് പിടിക്കും. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് നന്നായി ചാറൊക്കെ ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് മൂടി വെച്ച് വേവിക്കാൻ പോവാണ്. ഇപ്പോൾ
കണ്ടില്ലേ ചാറൊക്കെ കുറുകി നല്ല ചിക്കനിലൊക്കെ പിടിച്ച് നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം മസാലയൊക്കെ പിടിച്ച് നല്ല ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചിക്കൻ വാങ്ങുമ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്